ആദ്യം റോഡ് ശരിയാക്കുക, എന്നിട്ട് നിങ്ങൾ ടോൾ പിടിക്കുക, അതല്ലായിട്ട് ശരി. പണ്ടുള്ള റോഡ് വെച്ചിട്ടായിരുന്നു ഇവർ ടോൾ പിരിച്ചിരുന്നിരുന്നത്. പക്ഷെ ഇപ്പോ അതെല്ലാം പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. തൃശൂരുള്ള പാലേക്കര ടോൾ പ്ലാസ വർഷങ്ങളായി ഒരുപാട് ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കിയ സ്ഥലം. ഇവിടെ ടോൾ പിരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് യാത്രക്കാരോടും ഉദ്യോഗസ്ഥരോടൊക്കെ കുറച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. റോഡ് ഇമാതിരി മോശമായിട്ട് നിങ്ങൾ ഇമാതിരി പൈസ മേടിച്ചിട്ട് നമുക്കെന്താ കാര്യം? വണ്ടി എന്നും കംപ്ലൈന്റ്, 3-4 മണിക്കൂറാണ് എയർപോർട്ട് എല്ലാം പിടിക്കുന്നത്. അത് ആദ്യം റോഡ് ശരിയാക്കുക, എന്നിട്ട് നിങ്ങൾ ടോൾ പിടിക്കുക, അതല്ലായിട്ട് ശരി. പാലേക്കര ടോൾ പ്ലാസയിലെ 73 ദിവസം നിർത്തിവെപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം പകർന്ന് ആ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഷാജി ജെ കോടങ്ങട്ടത്ത് അദ്ദേഹമാണ് ഇപ്പോ എന്നോടൊപ്പം ഉള്ളത്. പാലേക്കര ടോൾ പ്ലാസ 4 ആഴ്ചയ്ക്ക് നിർത്താൻ പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടി ഉണ്ടായിരുന്ന ജഡ്ജും ഈ ബ്ലോക്കിൽ ഒന്ന് 2 പ്രാവശ്യം വന്നപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് അതിന്റെ യഥാർത്ഥ സ്ഥിതി അറിയായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, സുഗമമായ ഗതാഗതം ചെയ്യാനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോൾ പിരിക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് ഈ ടോൾ കമ്പനി എത്ര രൂപ പിരിച്ചിട്ടുണ്ടാകും? 1 കോടി രൂപയ്ക്ക് റോഡ് പണി പൂട്ടിയിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പണി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 723 കോടി രൂപ ഞങ്ങൾക്ക് ചെലവ് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവര് 13 വർഷം കൊണ്ട് പിരിച്ചത് 1700 കോടി രൂപയുടെ അടുത്താണ് പിരിച്ചത്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും, ലിങ്ക് ബയോയിലുണ്ട്. താങ്ക് യു. ബൈ ഫ്രം തൃശ്ശൂർ.